അസാധാരണമായൊരു യാത്രയുടെ ഒടുക്കമാണ്. വലിയ ചുടുകാട്ടിൽ ഒരു നൂറ്റാണ്ട് നീണ്ട തുല്യതയില്ലാത്ത സംഭവബഹുലമായ സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തുല്യതയില്ലാത്തൊരു യാത്രയുടെ ഒടുക്കമാണ് ഈ വലിയ ചുടുകാട്ടിൽ. അല്പസമയം മുമ്പാണ് വലിയ ചുടുകാട്ടിലേക്ക് PS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം എത്തിച്ചത്. ഇനിയിപ്പോൾ 9 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഏറ്റവും അവസാനമായി നേതാക്കളും പ്രവർത്തകരുമൊക്കെ പങ്കുവച്ചിരുന്നതാണ്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണറിൻ്റെ തന്നെ പല ഘട്ടങ്ങൾ കഴിഞ്ഞതാണ്. നമ്മൾ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് നടക്കുമ്പോഴും ഒരു ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയായതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഈ സംസ്കാര ചടങ്ങുകളുടെ മുന്നോടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി, അവസാനമായി ബന്ധുക്കൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സമയം, ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സമയം, അതും കഴിഞ്ഞ് PS നിത്യത പുൽകുകയാണ്. സൈഫ് സൈനുലാബ്ദീൻ ഉണ്ട്, തുടരുന്നുണ്ട്. സൈഫ്, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ്, വലിയ ചടങ്ങുകളൊന്നും തന്നെയില്ല. ഇപ്പോൾ ബന്ധുക്കൾക്കും നേതാക്കൾക്കും അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സമയം വേണം. പിന്നെ ഈ ഗാർഡ് ഓഫ് ഓണർ, അവസാനത്തെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി പൂർത്തിയാക്കാനുള്ള ഒരു ചെറിയ സമയം. പിന്നെ ഏറെക്കുറെ എത്ര സമയം വേണ്ടി വരും? എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു അരമണിക്കൂറിനപ്പുറത്തേക്ക് നീണ്ടുപോകില്ല. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ വേണ്ടിയുള്ള
ശേഷം പരിശോധന സമ്മേളനം ഉണ്ടാവും. ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയിലേക്ക് പരിശോധന സമ്മേളനത്തിനായി എല്ലാവരും എത്തിച്ചേർന്ന് വരുന്നു. അന്ത്യനിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു VS. അവസാനത്തെ ഔദ്യോഗിക ബഹുമതിയും അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് നീണ്ട സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ എത്രയോ ബഹുമതികൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ കേരളത്തിലെ മലയാളികളുടെ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ബഹുമതികൾ പലവട്ടം ഏറ്റുവാങ്ങിയ ഒരു നേതാവ്. അദ്ദേഹം അവസാനത്തെ ഔദ്യോഗിക ബഹുമതിയും ഏറ്റുവാങ്ങി ചരിത്രമാവുകയാണ്, നിത്യതയിലേക്ക് മടങ്ങുകയാണ്. ഒരുപക്ഷെ ഇനി ഈ ഭൗതികദേഹം വെച്ചുകൊണ്ടുള്ള, ഈ ഭൗതികദേഹം കണ്ടുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളി ഇനിയൊരു പക്ഷേ VS-നുണ്ടാവില്ല എന്നതാണ്. അവസാനത്തെ മുദ്രാവാക്യം വിളികളാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. മെനഞ്ഞാന്ന് വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ, അത് സ്ഥിരീകരിച്ചത് മുതൽ അന്തരീക്ഷത്തിൽ ഒരു അലയൊലിയായി ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഒരു ഇടതടവില്ലാതെ, തടസ്സമേതുമില്ലാതെ അങ്ങനെ ഉയർന്നു കേട്ടതാണ്. അതതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. കണ്ണേ കരളെ VS എന്ന വിളിയാളങ്ങൾ അവസാനമായി ഈ വലിയ ചുടുകാടിൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് കണ്ണേ കരളെ എന്നൊരു രാഷ്ട്രീയ നേതാവിനെയും മലയാളം ഒരുപക്ഷെ വിളിച്ചു കാണില്ല. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണേ കരളെ, ഇടനെഞ്ചിലെ റോസാപ്പൂവെ, പ്രിയപ്പെട്ട നേതാവെ, റെഡ് സല്യൂട്ട് എന്നിങ്ങനെയുള്ള വിളിയാളങ്ങൾ മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഹൃദയവായ്പകളും സ്നേഹവായ്പകളും കണ്ണീർപ്പൂക്കളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് VS അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട VS എന്ന രണ്ടക്ഷരം നിത്യത പുൽകാൻ പോകുന്നു, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു. പുറത്ത് വലിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഴയ്ക്കൊപ്പം അകത്ത് ഒരു കാലം പെയ്തു തീരുകയാണ്, പെയ്തൊടുങ്ങുകയാണ്. 40 സെൻറ്റ് വിസ്തൃതിയുള്ള വലിയ ചുടുകാട്ടിൽ VS നിത്യതയിലേക്ക്, ഒരുപക്ഷെ ഒറ്റക്കല്ല എന്ന ആശ്വാസം VS-നുണ്ടാവണം. അവിടെ അദ്ദേഹത്തിന് ധൈര്യമായി PK ചന്ദ്രാനന്ദനും KR ഗൗരിയമ്മയും PV തോമസും ഒക്കെയുണ്ട്. PT പുന്നൂസ് ഉൾപ്പെടെയുള്ള സമരനായകരൊക്കെ അവിടെയുണ്ട്. അവർക്കൊപ്പം നിത്യതയിലേക്ക്, നിത്യനിദ്രയിലേക്ക്, ചരിത്രത്തിലേക്ക് VS അച്യുതാനന്ദൻ പിൻവാങ്ങുന്നു.